ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീകാന്തിന്റെയും അതുപോലെ തന്നെ വർഷയുടെയും വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷന് വേണ്ടിയിട്ട് വർഷയെ എല്ലാവരും കാത്തിരിക്കുകയാണ്. ശ്രീകാന്ത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നും വർഷ മനഃപൂർവ്വം മാറി നിൽക്കുന്നതാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ. പക്ഷേ ശ്രീകാന്ത് ആണെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാത്തത് കൊണ്ട് തന്നെ കാര്യങ്ങൾ ആർക്കും വ്യക്തമാവുന്നില്ല. അതിനിടയ്ക്ക് ആ ഹാളിനെ കുറിച്ചിട്ടുള്ള ഒരു സംസാരം ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഇടയിലാണെങ്കിൽ മധുസൂദന് ആ ഹാൾ അത്രയും ഇഷ്ടപ്പെടുന്നില്ല. AC വളരെ കുറവാണ്, നമ്മുടെ സ്റ്റാൻഡേർഡിന് ഇത് പോരാ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. ആ ഹാളിന് ഒരു കുഴപ്പമില്ല എന്നും അത്യാവശ്യം നല്ല ഹാൾ തന്നെയാണ്, നിങ്ങളുടെ സ്റ്റാൻഡേർഡിനെ കുറിച്ചിട്ടൊക്കെ തനിക്ക് അറിയാന്നൊക്കെ രവിയും തിരിച്ച് മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. രവിയെ താഴ്ത്തി കെട്ടി സംസാരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ അച്ചമ്മയ്ക്കാണെങ്കിൽ അത്ര അങ്ങ് ദഹിക്കുന്നൊന്നുമില്ല കേട്ടോ. മധുസൂദന്റെയും മഹിമയുടെയും വായ അടപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമൊക്കെ നമ്മുടെ അച്ചമ്മ സംസാരിക്കുന്നുണ്ട്. നാണം കെട്ടുകൊണ്ട് തന്നെ വർഷയുടെ അച്ഛനും അമ്മയും പോയിട്ട് സീറ്റിലിരിക്കുകയാണ്. കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷവും വർഷയെ കാണാതാകുമ്പോഴേക്കും ഇവിടെ എന്തോ പ്രശ്നമുണ്ട് എന്നും ഈ ഫംഗ്ഷൻ നടക്കുന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ മഹിമയുടെ അടുത്ത് പറയുവാണ്. അതെന്തായിട്ട് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഫംഗ്ഷൻ എന്തായാലും നടക്കുന്നു തന്നെയാണ് മഹിമ പറയുന്നത്. പക്ഷെ ശ്രീകാന്തിന്റെ അരികിലേക്ക് മധുസൂദനം പോയിട്ട്, നീ ശ്രീകാന്ത് ഒന്ന് വന്നേ, ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നിന്റെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്, അല്ലാതെ നോക്കുതിയെ പോലെ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല. എനിക്ക് ഇതിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ മാറ്റി നിർത്തി സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ പോവാതിരിക്കാനും പറ്റില്ല. മടിച്ചിട്ട് അവരുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. എന്താ അങ്കിൾ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അരികിലേക്ക് ശ്രീകാന്ത് ചെല്ലുന്നത്. നിനക്കും വർഷയ്ക്കിടയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കാനേ. അതെന്താ അങ്കിൾ അങ്ങനെ ചോദിച്ചത്? നീയും അവളുമായിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് എന്റെ മോള് എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് അവളുടെ പാട്ടിന് പോകുന്നത്. അയ്യോ അങ്കിൾ, അങ്ങനെയൊന്നുമില്ല. അത് ശ്രീകാന്ത് ചെറുപ്പത്തില് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവളുടെ അച്ഛൻ ചീത്ത പറഞ്ഞു എന്നുള്ള പേര് പറഞ്ഞിട്ട് അവള് ദേഷ്യം പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഫംഗ്ഷൻ കഴിയുന്നത് വരെ അവള് തിരികെ വന്നതുമില്ല. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ശ്രീകാന്തിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ശ്രീകാന്തിന്റെ അടുത്ത് വീണ്ടും ഒന്നുകൂടി ചോദിക്കുന്നുണ്ടേ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്? ഇല്ല അങ്കിൾ, അവള് ഡബിങ് കഴിഞ്ഞിട്ട് മേക്ക് ഓവർ ഒക്കെ ചെയ്തിട്ട് വേണ്ടേ വരാൻ വേണ്ടിയിട്ട്, അതായിരിക്കും ലേറ്റ് ആവുന്നത്. നിങ്ങൾ ഉള്ളിരിക്കൂ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് അങ്ങ് ഒഴിഞ്ഞു പോവാണേ. ശ്രീകാന്ത് പറഞ്ഞു പോകുന്നത് കേൾക്കുമ്പോൾ മഹിമ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഫംഗ്ഷൻ നടക്കുമോ എന്ന്. എന്തായാലും നോക്കാം, എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുള്ള കാര്യം അറിയട്ടെ, അന്നേരം എല്ലാത്തിനും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെയാണ് മധുസൂദനൻ പറയുന്നത്. അപ്പോഴേക്കും സച്ചിൻ രേവതിയും കൂടി ചേർന്നിട്ട് വർഷയുടെ അരികിൽ എത്തുന്നുണ്ട് കേട്ടോ. അവര് പ്രതീക്ഷിച്ചതുപോലെ തന്നെ വക്കീൽ ഓഫീസിന്റെ മുമ്പിൽ തന്നെ ഇരിക്കുവാണ് വർഷ. വർഷയെ കണ്ട ഉടനെ തന്നെ രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല വർഷ, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അവിടെ ഫംഗ്ഷന് വേണ്ടിയിട്ട് നിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാന് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം എങ്ങനെ അറിഞ്ഞെന്നുള്ള കാര്യം വർഷ ചോദിക്കുന്നുണ്ട്. ഞങ്ങള് ഒരു ഡബിങ് സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടെയുള്ള പെണ്ണാണ് പറഞ്ഞത് നീ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം. അവള് പറഞ്ഞു അല്ലേ? അവള് പറഞ്ഞതൊക്കെ ഇരിക്കട്ടെ, ആദ്യം നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട്. അവിടെ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ നിന്നെ കാണാത്ത ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. ആര്? ശ്രീകാന്തോ? അവൻ എന്നെ കാണാത്തതിന്റെ പേരിൽ സന്തോഷമായിട്ട് ഇരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ രേവതി പറയുന്നത്, വർഷേ, നീ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. ഇല്ല രേവതി ചേച്ചി, ഇപ്പോഴാണ് ഞാൻ ശ്രീകാന്തിനെ കുറിച്ചിട്ട് എല്ലാം മനസ്സിലാക്കിയത്. ഹീസ് എ ചീറ്റർ, എന്നെ അവൻ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവനെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലോയറെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്. വർഷ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് സച്ചിൻ രേവതി മുഖത്തോട് മുഖം നോക്കുവാണേ. ഡിവോഴ്സിലെ ഫേമസ് ആയിട്ടുള്ള ലോയർ 100-ലധികം പേർക്ക് ഡിവോഴ്സ് മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് വർഷ പറഞ്ഞ് കേട്ട ഉടനെ തന്നെ അങ്ങനെയാണെങ്കിൽ ഇയാള് നല്ല ലോയർ ആയിരിക്കും എന്ന് പറയാണേ. സച്ചിനൊന്ന് ചുമ്മാതിരുന്നേ. നീ എന്താ വർഷ കളിക്കുകയാണോ? ഇന്ന് നിങ്ങളുടെ വിവാഹ വാർഷിക ദിവസമല്ലേ, അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് എല്ലാവരും നിന്നെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുവാണ്. എന്നാൽ നീയാണെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വക്കീൽ ഓഫീസിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അവിടെ ശ്രീകാന്ത് നിന്നെ കാണാത്തതിന്റെ പേരിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അവൻ നിന്നെ രാവിലെ മുതൽ ഫോണിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ വിളിക്കുമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ സ്വിച്ച് ഓഫ് ആക്കി വെച്ചതെന്ന് വർഷ തിരികെ മറുപടി കൊടുക്കുന്നുണ്ട്. നീ എന്തിനാണ് ശ്രീകാന്തിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഇതൊന്നും ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല വർഷ എന്ന് പറയുന്ന കേട്ട ഉടനെ തന്നെ, അവനാണ് എന്നെ വെച്ച് കളിച്ചോണ്ടിരിക്കുന്നത്. അവൻ ഹോട്ടലില് എന്താ ചെയ്തോണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയോ? അതിന് മാത്രം അവൻ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യം സച്ചിൻ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്. ആ പ്രിയയുമായിട്ട് കളിച്ച് കൂത്താടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ റെസ്റ്റോറന്റിലേക്ക് കയറി പോകുന്ന സമയത്ത് അവൻ ആ പ്രിയയെ എടുത്തോണ്ട് നിൽക്കുവാണ്. ഇത് കേട്ട ഉടനെ തന്നെ വർഷയാണെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടാണല്ലോ പറയുന്നത്. സച്ചിൻ രേവതിയും ഭയങ്കര ചിരിയാണ്. നിങ്ങൾ എന്തിനാണ് രണ്ടുപേരും ചിരിക്കുന്നത്? അല്ല പക്ഷേ, നിനക്ക് ശ്രീകാന്തിനെ സംശയമാണെന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ ഒരു സീന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരാണ് സംശയിക്കാതിരിക്കുക?
തുടർന്ന് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അല്ലെങ്കിലും പണ്ട് മുതലേ പറയും പെൺബുദ്ധി പിൻബുദ്ധിയാണ് എന്ന്. അപ്പൊ നിങ്ങൾ എന്നെയാണോ പറയുന്നത്? അല്ലെങ്കിലും നിങ്ങളുടെ അനിയനാണല്ലോ, നിങ്ങൾ എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ സംസാരിക്കത്തുള്ളൂ. രേവതി ചേച്ചിക്ക് പോലും എന്റെ ഫീലിങ്സ് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ വർഷ സംസാരിക്കുന്നത്. രേവതി ചേച്ചി ചെന്ന് നോക്കുന്ന സമയത്ത് സച്ചേട്ടനൊരു പെണ്ണിനെ എടുത്ത് നിന്ന് കഴിഞ്ഞാല് എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്ക് സച്ചിയാണെങ്കിൽ രേവതി അങ്ങ് പിടിച്ചു മാറ്റുവാണ്. എന്തിനാ വർഷേ, നീയേ ഒരു കലക്കവെള്ളത്തിൽ നിൽക്കുകയാണ്, എന്റെ വെള്ളം കൂടി കലക്കാൻ വേണ്ടി ശ്രമിക്കണോ? സച്ചേട്ടനൊന്ന് നിർത്തിയേ. വർഷേ, ശ്രീകാന്ത് ഒരു പെണ്ണിനെ എടുത്ത് നിൽക്കുന്നത് നീ കണ്ടു, എന്തിനാണ് അവൻ എടുത്ത് നിന്നതെന്നുള്ള കാര്യത്തെ കുറിച്ച് നീ ചോദിച്ചായിരുന്നോ? ഇതിനിപ്പോ ഞാൻ പോയിട്ട് എക്സ്പ്ലനേഷനും ചോദിക്കണോന്ന്? അവളെ തൂക്കിയെടുത്തുകൊണ്ട് അവിടെ ആഘോഷങ്ങൾ നടക്കുമായിരുന്നു. ഞാൻ അവിടെ വരുന്നുള്ള കാര്യം ഒരിക്കലും അവൻ എക്സ്പെക്ട് ചെയ്തില്ല. അല്ലെങ്കിൽ പക്ഷേ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ പ്രായത്തിലുള്ള ഇപ്പോഴത്തെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെയാണ്. ശരി ഇത് തെറ്റ് എന്നുള്ള കാര്യം ചിന്തിക്കുക പോലുമില്ല. എന്താണ് തോന്നുന്നത് അത് അപ്പം അങ്ങ് ചെയ്യും. അതൊക്കെ ഇരിക്കട്ടെ, നീ വക്കീലിനെ കണ്ടോന്ന് ചോദിക്കുന്നുണ്ട് സച്ചി. ഇല്ല, 10 മിനിറ്റ്സിനുള്ളിൽ വരുന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഭാഗ്യം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്റെ ജീവിതത്തില് കഥയെല്ലാം മാറി മറിഞ്ഞേനെ. ഞങ്ങള് കറക്റ്റ് സമയത്ത് തന്നെയാണ് വന്നത്. പക്ഷേ ആദ്യം അവിടെ നടന്ന സംഭവം എന്താന്നുള്ള കാര്യം നിനക്ക് അറിയോന്ന് ചോദിച്ചുകൊണ്ട് പ്രിയ വീണിട്ട് പ്രിയക്ക് നടക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന രംഗമാണ് വർഷ കണ്ടേ എന്നുള്ള കാര്യത്തെ കുറിച്ച് രേവതി വർഷയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അത് കേട്ട് വർഷ ആകെ എന്തോ പോലെ ആവുന്നുണ്ട്. ശ്രീകാന്ത് നേരെ അവളെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിലാണ് ആക്കിയത്. വഴിക്ക് വീണ അവളെ ഹെൽപ്പ് ചെയ്ത് ശ്രീകാന്തിനെ നീ സംശയിച്ചില്ലേ? തുടർന്ന് സച്ചിയാണ് കേട്ടോ പറയുന്നത്, ഇത് നോക്ക് വർഷേ, ശ്രീകാന്ത് ഒരിക്കലും എന്റെ അച്ഛന്റെ വാക്ക് മേറിയിട്ട് ഒരു കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല. ഞാനും അതുപോലെ തന്നെ ആ ഓടിപ്പോയവനും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ശ്രീകാന്ത് കാരണം വീട്ടില് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവന്റെ ജീവിതത്തില് അവൻ പറയാതെ അവൻ ചെയ്ത ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ സ്നേഹിച്ച് നിന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് കല്യാണം കഴിച്ചത് മാത്രമാണ്. അതുവരെ ഒരു തെറ്റും ചെയ്യാത്ത അവനാണെങ്കിൽ ധൈര്യത്തോടു കൂടി നിന്നിട്ട് നിന്നെ കല്യാണം കഴിച്ചില്ലേ? അപ്പൊ അവൻ നിന്നെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടാകും? അവനെയല്ലേ നീ സംശയിച്ചത്? അവിടെ നടന്ന കാര്യങ്ങളെല്ലാം കാണുമ്പോൾ വർഷേ ഏതൊരു പെണ്ണിനാണെന്നുണ്ടെങ്കിലും ദേഷ്യം വരും. പക്ഷെ അവിടെ നടന്ന കാര്യം എന്താന്നുള്ള കാര്യം അറിയാതെ നീ നിന്റെ ഇഷ്ടത്തിനൊരു തീരുമാനം എടുത്തിട്ട് വക്കീൽ ഓഫീസ് വരെ വന്നത് ശരിയാണോ വർഷേ? രേവതി ചേച്ചി പറയുന്ന കാര്യങ്ങളെല്ലാം ശരി തന്നെയാണോ എന്ന് വർഷ ഒന്നും കൂടി ചോദിക്കുന്നുണ്ടേ. ഞാൻ നിന്റെ അടുത്ത് കള്ളം പറയോ എന്ന് തിരിച്ച് രേവതി ചോദിക്കുമ്പോ പിന്നെ വർഷ ഒന്നും മിണ്ടുന്നില്ല. ശ്രീകാന്ത് തന്നെ നിന്നെ അന്വേഷിച്ചിട്ട് വരുമായിരുന്നു. പക്ഷേ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ടാണ് അവൻ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ രണ്ടുപേരും നിന്നെ തേടിയിട്ട് ഇറങ്ങിയത്. അയ്യോ, ഞാൻ തെറ്റ് ചെയ്തു പോയി, ശ്രീകാന്തിന് അറ്റ്ലീസ്റ്റ് ഈ കാര്യം എന്റെ അടുത്ത് പറയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വർഷ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട്. അതിന് പറയാനുള്ള ഒരു സമയം നീ കൊടുക്കണ്ടേ? അല്ലെങ്കിലും പെണ്ണുങ്ങൾ എപ്പോഴാണ് ആണുങ്ങളെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്നത്? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾക്ക് കാത് എന്നും ഞങ്ങള് മറുപടിയായിട്ടൊന്നും പറയരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും പറയരുത് എന്നൊക്കെയല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? എന്തായാലും നീ ശ്രീകാന്തിന്റെ അടുത്ത് പറയാതെ പോകുന്നത് ഒട്ടും ശരിയായില്ല ചേച്ചി. എനിക്ക് അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ്. അല്ല വർഷേ, നിനക്ക് അങ്ങനെ ശ്രീകാന്തിനെ സംശയമൊന്നും ഇല്ലാത്തതാണല്ലോ. എനിക്ക് അവനെ സംശയമൊന്നുമില്ല. പക്ഷെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം തോന്നി. അങ്ങനെ അവനെ ആ രംഗത്തിൽ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. കൂടുതലൊന്നും ചിന്തിക്കാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇത് നോക്ക് വർഷേ, നമ്മൾ കണ്ണാലെ കാണുന്നതും അതുപോലെ കാതാലെ കേൾക്കുന്നതും മാത്രം വിശ്വസിക്കരുത്. എന്താണെന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കണം. എന്തായാലും സച്ചേട്ടാ, അവളിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ. ശ്രീകാന്തിനെ വിളിച്ചിട്ട് ഉടനെ അവളെയും കൂട്ടിയിട്ട് വരാം എന്നുള്ള കാര്യം പറയാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ എടുക്കുന്നുണ്ട്. വേണ്ട, ഇപ്പൊ ശ്രീകാന്തിനെ വിളിക്കണ്ട, അവൻ കുറച്ചു നേരം കൂടി ടെൻഷൻ അടിക്കട്ടെ, എന്നിട്ട് അവന് ഒരു സർപ്രൈസ് കൊടുക്കാം. ഭർത്താക്കന്മാരെ ടെൻഷൻ അടിപ്പിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു കാര്യമാണല്ലേ സച്ചേട്ടാ? കുറച്ച് സമയമല്ലേ, എന്തായാലും നമ്മൾ അവിടേക്ക് തന്നെയല്ലേ പോവാൻ വേണ്ടി പോകുന്നത്. ഇത് കേട്ട രേവതിയും നമ്മളിനി എന്തായാലും അങ്ങോട്ടല്ലേ പോകുന്നത്, വാ സച്ചേട്ടാ വേഗം പോവാ എന്ന് പറഞ്ഞിട്ട് വർഷയും കൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണേ. പോകുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, എന്റെ ഡ്രസ്സ് ഞാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തു, ദേഷ്യത്തിൽ ഞാൻ അത് മേടിക്കാതെ പോകുന്നത്. പോകുന്ന സമയത്ത് നമുക്ക് അതും കൂടി മേടിച്ചിട്ട് പോവാന്ന് പറയുമ്പോ ഓ ഇതിനിപ്പോ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് സച്ചി അവരെയും കൂട്ടി അവിടെ നിന്ന് പോവാണേ. പക്ഷെ നടക്കുന്ന അവിടെയാണ് കേട്ടോ കാണിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി തുടങ്ങി. മധുസൂദനം അതുപോലെ മഹിമയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി കേട്ടോ. അവസാനം രവി തന്നെ ശ്രീകാന്തിന്റെ അരികിലേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, എടാ എത്ര നേരമായിടാ എല്ലാവരും വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു, ഇനിയും ഫംഗ്ഷൻ ആരംഭിക്കണ്ടേ? ആ അച്ഛ വേണം, ഇപ്പൊ വരും എന്നുള്ള കാര്യം പറയാണേ. എത്ര നേരമായിടാ നീ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവരെന്താ വേറെ ഗ്രഹത്തുനിന്ന് മറ്റോ ആണോ വരുന്നത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. തുടർന്ന് രവിയാണെങ്കിൽ ഇത് നോക്ക് ശ്രീകാന്തെ, അവര് ഫംഗ്ഷന് വരുമോ ഇല്ലയോ, നീ എന്താണെന്നുണ്ടെങ്കിലും സത്യം പറ. ഇല്ല അച്ഛാ, അവള് വരും എന്ന് തന്നെയാണ് ശ്രീകാന്ത് പറയുന്നത്. ശ്രീകാന്തിന്റെ സംസാരം കേൾക്കുമ്പോൾ പിന്നെ തിരിച്ചങ്ങോട്ടൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ രവി നിൽക്കുന്നത്. അവര് മാറി നിന്ന് സംസാരിക്കുന്ന കഴിയുമ്പോഴേക്കും മധുസൂദനും അവരുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ശ്രീകാന്ത് എവിടെ വർഷ, ഇവിടെ ഫംഗ്ഷൻ ആരംഭിക്കേണ്ട സമയമായില്ലേ, എന്തോ ഇതൊന്നും ഞങ്ങൾക്ക് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല.
അവളല്ലേ ഇവിടെ ഫസ്റ്റ് വന്ന് നിൽക്കേണ്ടത്, എന്നിട്ട് അവളെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുവാണ് കേട്ടോ. തുടർന്ന് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വർഷ വരാത്തത്, വന്നത് മുതൽ തന്നെ ശ്രീകാന്ത് ഭയങ്കര ടെൻഷനിലാണെന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. അതെ, വീട്ടിൽ നിന്ന് പോരുമ്പോ തന്നെ അവൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. എന്താണ് കാര്യം എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ലല്ലോ. അല്ലെങ്കിലും ഈ പണത്തിന് അഹങ്കാരം പിടിച്ചേറ്റിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്, എപ്പൊ എന്ത് ചെയ്യും എന്നുള്ള കാര്യം അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ചൂടാവുന്നുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ അവൾ ഒന്നും പറയത്തുമില്ല. അങ്ങനെ എല്ലാവരും സംസാരിക്കുന്നതിനിടയ്ക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ എന്താ ചുമ്മാ വന്നിരിക്കുവാണോ, ഞാനൊരു ബിസിനസ്മാൻ ആണ്, ജോലിയെല്ലാം കളഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നൊക്കെ പറയുമ്പോഴേക്കും ബിസിനസ്മാന്റെ കാര്യമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ശ്രീകാന്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പറ്റുവാണെങ്കിൽ സുധിയേട്ടൻ നിൽക്കുക, അല്ലെങ്കിൽ പോകാൻ വേണ്ടി നോക്കുക എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് ശ്രീകാന്ത് അങ്ങ് പോവുകയാണേ. ദേഷ്യം പിടിച്ച് പോകുന്ന ശ്രീകാന്തിന്റെ അടുത്ത് നെയ്യും അതുപോലെ വർഷയും തമ്മിൽ പ്രശ്നമാണോ എന്ന് ചോദിക്കുകയാണെ. അയ്യോ അങ്ങനെയൊന്നും ഇല്ല ആന്റി എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ടെങ്കിലും ഇവിടെ നാട്ടിലുള്ള എല്ലാവരും കൂടിയിട്ടുണ്ട്, ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും. ഇനിയും വർഷ എത്തിയിട്ടില്ല, അതല്ലേ അവൻ പറയുന്നത് അവള് വരും എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്ന് രവി പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും എത്ര നേരമായിട്ട് ഇവൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. എന്റെ മോൾ എവിടെയെന്ന് ചോദിച്ചിട്ട് ഭയങ്കര പ്രശ്നമാവുകയാണ് കേട്ടോ അവിടെ. അങ്ങനെ പ്രശ്നം വഷളാവുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് എവിടെയുടെ വർഷ, എന്താണ് പ്രശ്നം, ഇത്ര നേരമായിട്ട് അവള് വന്നില്ലല്ലോ, എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ ശ്രീകാന്തിനെ കൊല്ലാകൊല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ വർഷയുടെ എൻട്രി കേട്ടോ. വർഷ വന്നിരിക്കുന്നത് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ. ശ്രീകാന്ത് വർഷയെ കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ശ്രീകാന്ത് തന്നെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുകയാണല്ലോ. എല്ലാവരും കൂടി ചേർന്നിട്ട് ശ്രീകാന്തിനെ ആണെന്നുണ്ടെങ്കിൽ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ വർഷയുടെ എൻട്രി. അത് വലിയൊരു ആശ്വാസമാവുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിന്. വർഷയെ കാണുമ്പോഴേക്കും മഹിമയും മധുസൂദനും അരികിലേക്ക് ചെല്ലുവാണേ. നീ ഇത്ര നേരം എന്ത് ചെയ്യായിരുന്നു, ഇവിടെ ഫംഗ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ മാറി മാറി ഓരോ കാര്യങ്ങൾ പറയുമ്പോ അച്ഛ കൂൾ കൂൾ, ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തതായിരുന്നു, അത് കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് ലേറ്റ് ആയി. എന്തായാലും വർഷം വന്നല്ലോ, ഇനി നമുക്ക് ഫംഗ്ഷൻ ആരംഭിക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും കയറിയിരിക്കാനൊക്കെ നമ്മുടെ രേവതി പറയുന്നുണ്ട്. ശ്രീകാന്ത് ആണെങ്കിൽ വർഷയ്ക്ക് അരികിലേക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. എന്താ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നല്ല സുന്ദരിയായിട്ടുണ്ടെന്ന് പറയുകയാണെ. എന്താ ടെൻഷനായോന്നോ, ഹാർട്ട് ബീറ്റ് പടപടാന്നായിരുന്നു, പക്ഷെ നിന്നെ കണ്ട ഉടനെ തന്നെ എല്ലാം സ്ലോ ആയിന്ന് പറയുകയാണെ. അങ്ങനെ രണ്ടുപേരും കൂടി റൊമാൻസിങ് ചെയ്യുന്ന പോലെ രണ്ടുപേരും അങ്ങോട്ടും കൂടെ നോക്കി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ശ്രുതി വന്ന് പറയുന്നുണ്ട്, നിങ്ങളെ റൊമാൻസ് ഒക്കെ മതി, ഒരുപാട് നേരമായിട്ട് എല്ലാവരോടും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, വേഗം ഫംഗ്ഷൻ ആരംഭിക്കുക, ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് വർഷയാണെങ്കിൽ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. ശ്രീകാന്ത് നേരെ ചെന്നിട്ട് സച്ചേട്ടനെ കെട്ടിപ്പിടിച്ചിട്ട് താങ്ക്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രേവതി ചേച്ചിയും. ചെറിയൊരു പ്രശ്നമായിരുന്നു ശ്രീകാന്ത്, എന്തായാലും ഓക്കെ ആയിട്ടുണ്ട്, നീ സന്തോഷമായിട്ട് പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വാ എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് നിൽക്കുന്ന സമയത്ത് വർഷയും ശ്രീകാന്തും കൂടി കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. കേക്ക് കട്ട് ചെയ്തതിന് ശേഷം എല്ലാവരുടെ അടുത്തും ശ്രീകാന്ത് സോറി പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും കുറച്ചു നേരം വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ കുറച്ചു നേരം അല്ലടാ, കുറേ നേരം എന്ന് ശ്രുതി പറയണേ. പിന്നെ നീ വലിയ ജനാധിപതിയല്ലേ, ഒന്ന് മിണ്ടാതിരിയടാ എന്ന് സച്ചി സുധിയുടെ വായടപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. വർഷയുടെ കോസ്റ്റ്യൂം വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയി, അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് ഫംഗ്ഷൻ ആരംഭിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു വർഷം എങ്ങനെ പോയെന്നുള്ള കാര്യം ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ലവ് മാരേജ് ആയിരുന്നു. ഞങ്ങളുടെ കല്യാണം നല്ല രീതിയിൽ നടക്കാൻ കാരണം രേവതി ചേച്ചിയാണ്. ചേച്ചിക്ക് നന്ദി പറയുന്നു. അത് മാത്രമല്ല ഈ ഫംഗ്ഷൻ ഇന്ന് നല്ല രീതിയിൽ നടക്കാൻ കാരണം രേവതി ചേച്ചിയും അതുപോലെ സച്ചേട്ടനാണ്. രണ്ടുപേരെയും നന്ദി അറിയിക്കുന്നു എന്നൊക്കെ പറയാണ്. സച്ചിയെ രേവതിയെ കുറിച്ച് മാത്രമാണല്ലോ അവർ സംസാരിക്കുന്നത്. അത് അത്ര ചന്ദ്രയ്ക്കും ശ്രുതിക്കൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കാര്യങ്ങൾക്കും സച്ചേട്ടനും രേവതി ചേച്ചിയും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ബെസ്റ്റ് കപ്പിൾ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബെസ്റ്റ് കപ്പിളായിട്ട് വിൻ ചെയ്തില്ല, പക്ഷെ അതിൽ ജഡ്ജസ് ഞങ്ങളടുത്ത് പറഞ്ഞു എപ്പോഴും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ല, ലവേഴ്സ് ആണ് എന്ന്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ ജീവിക്കുന്നത്. എപ്പോഴും ഞങ്ങൾ ഇതുപോലെ തന്നെ ഇരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത് കേട്ട സച്ചി രേവതിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, അടുത്ത കല്യാണ വാർഷികത്തിനും ചിലപ്പോൾ നമ്മൾ വർഷയെ തേടിയിട്ട് അലയേണ്ടി വരുമെന്ന്. സച്ചേട്ടനൊന്ന് ചുമ്മാതിരുന്ന് എന്ന് പറഞ്ഞിട്ട് രേവതി ചിരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വർഷയെ കുറിച്ചിട്ട് പറയാണ്, വർഷ തനിക്ക് നല്ല സപ്പോർട്ടീവാണ്. ഞങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്, പക്ഷെ അത് പെട്ടെന്ന് തന്നെ ശരിയാകും. ഈ ഒരു വർഷം മുഴുവൻ ഞാൻ അവളുടെ കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. താങ്ക് യു വർഷ എന്നൊക്കെ പറയാണേ. അത് കഴിഞ്ഞ് വർഷയാണെങ്കിൽ ശ്രീകാന്ത് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോഴും ലവേഴ്സ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എപ്പോഴും ഇതുപോലെ തന്നെ ഇരിക്കാനാണ് എനിക്കും ആഗ്രഹം. ഞങ്ങൾക്കുള്ള അഫെക്ഷൻ ഇപ്പോഴും കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ എന്റെ വീട്ടിലെ ഒരേ ഒരു പെണ്ണാണ്, എന്നാ ഇപ്പൊ ഞാന് വലിയൊരു ഫാമിലിയിലെ അംഗമാണ്. അവരുടെ കൂടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. ആ വീട്ടിലെ എല്ലാവരും എന്നെ അവിടുത്തെ മകളായിട്ട് കണ്ടു കഴിഞ്ഞു. എനിക്കാണെങ്കിൽ അവിടെ ഒരു സിസ്റ്ററിനെ കിട്ടി. അത് മറ്റാരുമല്ല, എന്റെ രേവതി ചേച്ചി എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ മുമ്പിലും രേവതിയെ പുകഴ്ത്തുന്ന രീതിയിലാണല്ലോ വർഷ പറയുന്നത്. അത് കുറച്ചു പേർക്കൊന്നും അത്ര അങ്ങ് ദഹിക്കുന്നില്ല കേട്ടോ. പക്ഷെ അച്ചമ്മയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ രവിക്കാണെന്നുണ്ടെങ്കിൽ രേവതിയെ വർഷ സ്വന്തം
ചേച്ചിയെ പോലെ കാണുന്ന കാര്യം കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ഞാൻ എന്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് രേവതി ചേച്ചിയെ കാണുന്നത്. മാരേജ് ലൈഫ് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നത് രേവതി ചേച്ചിയാണ്. ചേച്ചി ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു പക്ഷേ ഇത്രയും ദൂരം വരാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. ചേച്ചി ഭയങ്കര ഇന്നസെന്റ് ആണ്. താങ്ക് യു രേവതി ചേച്ചി, ലവ് യു എന്നൊക്കെ പറയുന്നുണ്ട്. രേവതി ചേച്ചിയും അതുപോലെ തന്നെ സച്ചിയേട്ടനും ബെസ്റ്റ് കപ്പിൾസ് ആണ്. ആദ്യം ഞാൻ സച്ചിയേട്ടനെ കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചായിരുന്നു. പക്ഷേ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും സച്ചിയേട്ടൻ ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടാണ് നടക്കുന്നത്. രേവതി ചേച്ചിയും നല്ല രീതിയിൽ നോക്കുന്നുണ്ട് സച്ചിയേട്ടൻ. ഇവരെ കണ്ടിട്ടാണ് ഞാൻ പല കാര്യങ്ങളും പഠിച്ചത്. പിന്നെ ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ട് ലവ് ഓഫ് മൈ ലൈഫ്, താങ്ക് യു ഫോർ ദ ബെസ്റ്റ് 1 year. എന്നെ ശ്രീകാന്ത് ഒരുപാട് ടോളറേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സപ്പോർട്ടീവായിട്ടും ഇരുന്നിട്ടുണ്ട്. എന്റെ ഫ്രീഡം ഒരിക്കലും ശ്രീകാന്ത് എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. യു ആർ ദ ബെസ്റ്റ് ഹസ്ബൻഡ്, ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇത് എന്റെ ആന്റിയും അങ്കിളും ആണെന്ന് പറഞ്ഞിട്ട് ആന്റി എന്റെ ബെസ്റ്റ് എന്റർടൈനർ ആണ്. പിന്നെ അങ്കിള് എന്റെ മറ്റൊരു അച്ഛനാണ്. അങ്കിള് നല്ല സ്നേഹമുള്ള ആളാണ്. ദേഷ്യപ്പെടാതെ ഒരുപാട് അഡ്വൈസുകളും കാര്യങ്ങളൊക്കെ തരും. താങ്ക്സ് അങ്കിൾ എന്ന് പറയുമ്പോൾ തിരിച്ച് താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ രവി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സുധിയേട്ടനും ശ്രുതി ചേച്ചിക്കും ജസ്റ്റ് താങ്ക്സ് മാത്രമായിട്ടോ പറയുന്നത്. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് പറയുമ്പോൾ അതോടൊപ്പം ശ്രീകാന്തും എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. അത് മാത്രമല്ല വർഷ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത്. വർഷയുടെ ഇഷ്ടഗാനം പാടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സിംഗറും വന്നിട്ടുണ്ട്. വർഷയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഓൾറെഡി ശ്രീകാന്ത് ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഓഡിയൻസിനിടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ പാടി വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന 2 പാട്ടൊക്കെ പാടിയിട്ട് ഭയങ്കരമായിട്ട് എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഓരോരുത്തരായിട്ട് ശ്രീകാന്തിനും അതുപോലെ തന്നെ വർഷയ്ക്കും വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് കയറുന്നുണ്ട്. ആദ്യം തന്നെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ശ്രുതിയും അതുപോലെ സുധയും കൂടി ചേർന്നിട്ടാണ്. 2 പേരും കൂടി ചേർന്ന് ഗോൾഡ് റിംഗ് ആണ് കൊടുക്കുന്നത്. അതിനുശേഷമാണ് സച്ചിയും അതുപോലെ രേവതിയും കൂടി ചേർന്നിട്ട് ഒരു ബൊക്കെ കൊടുക്കുന്നത്. ആ ബൊക്കെ കാണുമ്പോഴേക്കും നമ്മുടെ വർഷയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. രേവതി ചേച്ചി ഉണ്ടാക്കിയതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ആ ബൊക്കെ മേടിക്കുന്നത്. അതൊന്നും ശ്രുതിക്കും അതുപോലെ സുധിക്കും അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് കേക്കൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് സച്ചിക്കും രേവതിക്കും അരികിലേക്ക് മധുസൂദനും മഹിമയും കൂടി ചേർന്നിട്ട് വരുന്നുണ്ട്. എന്താ സച്ചി സുഖാണോ എന്ന് ചോദിച്ചിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ മധുസൂദനം വരുന്നത്. കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന സച്ചിയാണെങ്കിൽ രേവതി ഇതൊന്ന് പിടിച്ചേ എന്ന് പറഞ്ഞിട്ട് കൈകൂപ്പിട്ട് അദ്ദേഹത്തിനടുത്ത് പറയുന്നുണ്ട്. ഇതുവരെ എനിക്ക് ഒരു കുഴപ്പമില്ല, നല്ലപോലെ തന്നെയാണ് നിൽക്കുന്നത്. ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 പേരും സെറ്റ് ആവില്ല. നിങ്ങൾ ഇനിയിപ്പോ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതോടുകൂടി അങ്ങ് വിട്ടേക്ക്. കാരണം എനിക്ക് അങ്ങനെ അടി ഉണ്ടാക്കുന്നൊരു മൂടേ ഇല്ല. ഞങ്ങള് കേക്ക് കഴിച്ചതിന് ശേഷം പോകും. നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, ശ്രീകാന്തിനെയും വർഷയ്ക്കും ആശംസകളൊക്കെ നേർന്നിട്ട് പോവാൻ വേണ്ടി നോക്ക്. നന്ദി നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവാണ്. സച്ചി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് രേവതിക്കാണെങ്കിൽ ചിരി വരുന്നുണ്ട്. അങ്ങനെ 2 പേരും അവിടുന്ന് ഒഴിഞ്ഞു പോവാണ് കേട്ടോ ചെയ്യുന്നത്. അത് ശരിക്കും മധുസൂദനും മഹിമയ്ക്കും വലിയൊരു അടി കിട്ടിയതുപോലെ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അതിനുശേഷം ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി നിൽക്കുവാണ്. ചന്ദ്രയ്ക്ക് ഭയങ്കര കാലുവേദന, കാല് പിടിച്ചിങ്ങനെ തിരുമ്മിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. കുറച്ച് കുഴമ്പിട്ട് തിരുമ്മിയാല് പെട്ടെന്ന് വേദന പോകുന്നൊക്കെ രവി ഇങ്ങനെ ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് രേവതിയുടെ അടുത്ത് ചൂടുവെള്ളം ചോദിച്ചിട്ടുണ്ടായിരുന്നു ചന്ദ്രമതി. അത് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുവാണ്. വർഷയും അതുപോലെ ശ്രീകാന്തും കൂടി ചേർന്നിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഫംഗ്ഷനൊക്കെ വളരെ ഗംഭീരമായിട്ട് നടന്നു. 3 മക്കളുടെ കല്യാണം കഴിക്കുകയും അതുപോലെ തന്നെ അവരുടെ വാർഷികം ആഘോഷിക്കുകയും ചെയ്തു. എപ്പോഴും 3 മക്കളും ഇതുപോലെ സന്തോഷമായിട്ടിരിക്കണം. അത് കേൾക്കുമ്പോൾ കലാവതിക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. രവി പറഞ്ഞതുപോലെ നിങ്ങൾ 3 പേരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. അത് മാത്രമല്ല ഇനി ഒരു കുഞ്ഞിനെ കുറിച്ചിട്ടും ആലോചിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് സുധിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയേണ്ട ഒരു ഫംഗ്ഷൻ ആയിരുന്നു. ഈ വർഷ കാരണമാണ് ഇത്രയും ലേറ്റ് ആയത്. ഇത് കേട്ട് വർഷയ്ക്കാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് പറയാൻ പറ്റാതെ അതെന്ന് പറഞ്ഞ് ബബ്ബ അടിക്കുമ്പോഴേക്ക് സച്ചി ഇടയിൽ കയറിയിട്ട് പറയുന്നുണ്ട്, അതിനെന്താ പ്രശ്നം, ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനും പലതവണ ജോലിക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. എത്രയാണെന്നുണ്ടെങ്കിലും വർഷ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയില്ലേ, പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കേട്ട വർഷയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ചു പറഞ്ഞേനെ, ഭാഗ്യം സച്ചേട്ടൻ എന്നെ രക്ഷിച്ചു എന്ന്. എല്ലാവരും ഭയങ്കര ടയർഡ് ആവുമല്ലോ, എല്ലാവരും പോയി കിടന്നുറങ്ങാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും റൂമിലേക്ക് പോകുമ്പോഴേക്കും വർഷയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് എല്ലാവരും ഒന്ന് നിന്നേന്ന് പറഞ്ഞിട്ട് നേരെ രേവതിക്ക് അരികിലേക്ക് ചെല്ലുവാണേ. കൂടെ ശ്രീകാന്തും ഉണ്ട് കേട്ടോ. അവിടെ ചെന്നിട്ട് ചെറിയൊരു ഗിഫ്റ്റിന്റെ ബോക്സ് രേവതിക്ക് നേരെ നീട്ടുന്നുണ്ട്. ഇത് കണ്ട രേവതിയാണെന്നുണ്ടെങ്കിൽ ഇതെന്താന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ ശ്രീകാന്ത് പറയുന്നത്, ചേച്ചി ഇത് ഞങ്ങൾ ചേച്ചിക്ക് വേണ്ടി തരുന്ന ഗിഫ്റ്റ് ആണെന്നാണ്. ഇന്ന് നിങ്ങളുടെ വിവാഹ വാർഷികമല്ലേ, ഗിഫ്റ്റ് നിങ്ങൾക്കല്ലേ കിട്ടേണ്ടത്, നിങ്ങൾ എന്തിനാണ് എനിക്ക് ഗിഫ്റ്റ് തരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തെ വിവാഹ വാർഷികം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി കാരണം രേവതി ചേച്ചി എന്ന് പറയാണ്. ഇത് കേട്ട ഉടനെ തന്നെ ശ്രുതിയാണെങ്കിൽ ഈ ഫംഗ്ഷൻ നടക്കാൻ വേണ്ടിട്ട് രേവതിയാണോ കാരണം? അതല്ല, ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ രേവതിയാണല്ലോ ചെയ്തത്, അതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് സച്ചി മറ്റു കാര്യം ആരെയും അറിയിക്കരുത് എന്നുള്ള രീതിയിലാണ് കേട്ടോ സംസാരിക്കുന്നത്. ചേച്ചി ഇത് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുവാണേ. രേവതി അത് മേടിച്ച ഉടനെ തന്നെ സച്ചി ഇത് പൊളിച്ചു നോക്കാൻ വേണ്ടിട്ട് പറയുന്നുണ്ട്. എന്തായിരിക്കും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കുവാണ്. അതിനകത്ത് ഒരു സ്മാർട്ട് ഫോണാണല്ലോ, ഇതെന്തിനാ എനിക്ക് എന്ന്
രേവതി ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇപ്പോഴും ബേസിക് സെൽഫോൺ അല്ലേ യൂസ് ചെയ്യുന്നത്, ചേച്ചിയുടെ ബിസിനസിന് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അത് കണ്ടോടെ തന്നെ ചന്ദ്രയ്ക്ക് ഒരു കളിയാക്കലാണ്. അവൾ എന്താണ് പൂ വയ്ക്കാൻ വേണ്ടി പോകുന്നത്, മുള വളക്കുന്നത് ഇനി ഫോണിലാണോ എന്ന്. രവിയുടെ നോട്ടം കാണുമ്പോഴേക്കും ചന്ദ്രൻ ഇങ്ങനെ ബബബ അടിച്ച് പറയുന്നുണ്ട്, അല്ല അവൾക്ക് എന്തിനാണ് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഫോണ്, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആന്റി എന്ത് വർത്താനായി പറയുന്നത്, നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് അവരുടെ മനസ്സിന്റെ നന്മ കൊണ്ടാണ്. രേവതി ചേച്ചിയുടെ നല്ല മനസ്സിന് ഡയമണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഒട്ടും കുറഞ്ഞു പോകില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യം ഞങ്ങൾ ഇപ്പൊ കൊടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. ശ്രീകാന്തെ വർഷേ, രേവതിക്ക് ഫോൺ യൂസ്ഫുൾ ആണ്, പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. അവളാണെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞതുമില്ല. എന്തായാലും രേവതി ചേച്ചിക്ക് സ്മാർട്ട് ഫോൺ ഒക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ബിസിനസ് ഇപ്പൊ ചേച്ചി സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് കുശുപോണ്ട് ശ്രുതി ഇങ്ങനെ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, നമ്മൾ ഗോൾഡ് റിംഗ് കൊടുത്തു, അവൾക്ക് നമുക്ക് ഗിഫ്റ്റ് ഒന്നും തരാൻ വേണ്ടി തോന്നിയില്ല. രേവതി വെറും ഒരു ബൊക്കെയാ കൊടുത്തത്, അതിന് അവൾ ഗിഫ്റ്റ് കൊടുത്തത് കണ്ടില്ലേ. എന്ത് ചെയ്യാനാ ശ്രുതി, എന്തായാലും അവളെ പോലെ അഭിനയിക്കാനൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് ശ്രുതി പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യുവാണേ. എന്തിനായിരുന്നു ഈ ഫോണൊക്കെ മേടിച്ചെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. എനിക്കും അതുപോലെ ശ്രീകാന്തിനും വേണ്ടിയിട്ട് ഒരുപാട് ചേച്ചി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു ഗിഫ്റ്റ് അത്രേ ഉള്ളൂ. അതിന് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഓരോ വഴിക്ക് പോവാണ്. മക്കളെല്ലാരും പോയി കഴിഞ്ഞതിന് ശേഷം രവി ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട്, രേവതിയെ താഴ്ത്തി കെട്ടി സംസാരിക്കരുത്. നീ വർഷ പറഞ്ഞത് കേട്ടില്ലേ, നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് മറ്റുള്ളവരുടെ മനസ്സിന് ഇണങ്ങുന്നതായിരിക്കണം. ചെറിയ പെണ്ണാണെന്നുണ്ടെങ്കിലും അവള് കാര്യം പറഞ്ഞത് ശരിയാണ്. അവളെ കണ്ട് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് രവി അങ്ങ് മുറിയിലേക്ക് കയറി പോകുന്നുണ്ട്. ചന്ദ്രാകെ നാണം കെട്ടിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.